ഇവിടെ 15 rupees തൊട്ട് നമുക്ക് കമ്മലുകളെല്ലാം ഉണ്ട്. കോളേജ് പിള്ളേരെ ഒരു കടയിൽ മാത്രം കയറുന്നുള്ളൂ. 60 രൂപ മാല ഇതാ 60 രൂപ. ഞാനേ ഒരു ക്ലിപ്പ് നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ വന്നത്. പെണ്ണുങ്ങളുടെ ഒരു ലോകം, അവിടുത്തെ ഒരു ചുള്ളൻ ചെക്കനെ നമുക്ക് പിടിക്കാം. ഇട്ടത് തന്നെയല്ലേ എല്ലാം 36 രൂപ തൊട്ടിട്ടുള്ള ബ്ലാക്ക് മെറ്റൽ കമ്മലുകളെല്ലാം. സ്റ്റേറ്റ്മെന്റ് പീസ് എന്ന് പറയുമ്പോ ഇതെന്തായാലും എടുത്ത് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ. 900 rupees മാത്രം സെറ്റിന്. ഇതിനൊക്കെ റേറ്റ് 48 രൂപ. 48 rupees. ഇതൊരു സ്റ്റേറ്റ്മെന്റ് പീസ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് ഇതാ കോൺവെന്റ് ജംഗ്ഷൻ ആട്ടോ കാണുന്നത്. ഇവിടെ ഈ കോളേജ് പിള്ളേരെ ഒരു കടയിൽ മാത്രം കയറുന്നുള്ളൂ. കോളേജ് പിള്ളേരുടെ ഇടയിൽ താരമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്ഥലം. ഈ ഒരു സ്ഥലത്ത് ഈ ഒരു കടയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. യെസ്, പെണ്ണുങ്ങളുടെ ഒരു ഹരം അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഒരു പെൺപിള്ളേരുടെ ഒരു ചർച്ചാ വിഷയം എന്നൊക്കെ പറയില്ലേ. ഫുൾ ജ്വല്ലറി ഐറ്റംസ്, അതും A to Z എല്ലാതും കിട്ടും. അതും 3 floor ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ആദ്യമൊക്കെ നമ്മളിപ്പോൾ കൂടുതൽ എറണാകുളത്ത് നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈ ഒരു കട ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ കാണാറുണ്ട്. കാണുമ്പോൾ തന്നെ അയ്യോ ഇതൊരു ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കും ഭയങ്കര റേറ്റ് കൂടുതലാണ്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഭയങ്കര റീസണബിൾ റേറ്റ്. കമ്മലൊക്കെ വെറും 15 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ആദ്യമൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു കയറാട്ടോ. ഇപ്പം ഇനി പേടിയൊന്നുമില്ല കയറാനിട്ട്. അത്രയും റേറ്റ് കുറവിന് അവിടെ കിട്ടാം. കയറാം നമുക്ക്. യെസ്, പെണ്ണുങ്ങളുടെ ഒരു ലോകം, അവിടുത്തെ ഒരു ചുള്ളൻ ചെക്കനെ നമുക്ക് പിടിക്കാം. നമ്മുടെ ഓണർ അല്ലേ? യെസ്, മൈക്കൊന്ന് വെച്ചോട്ടെ. ഞാൻ എങ്ങനെയാണ് ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നിന്ന് പോണത്? ഞങ്ങള് കോളേജ് പെൺപിള്ളേരെന്ന് പറയുമ്പോ ഇവിടെ വന്ന് കയറി അതാ ഒരു അല്ലേ കോളേജ് പിള്ളേർ മൊത്തം ഇവിടെ ഫുൾ കോളേജ് ഗേൾസ് ആണ്. അപ്പൊ ഞങ്ങള് കട സെറ്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഗേൾസ് വന്ന പിള്ളേർക്ക് അതുപോലത്തെ പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും വീക്ക്നെസ് നോക്കി അങ്ങനെ പിടിച്ചു. അതാണ്. ഇനി ഓർണമെന്ന് പറയണത് എന്താണ്? നമ്മൾ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർണ ജസ്റ്റ് മീൻസ് ഓർണമെന്റ്സ്. അപ്പൊ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഫുൾ 3 floors ഇൻ ഇമിറ്റേഷൻ ജ്വല്ലറി. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ഞങ്ങൾ ഫുൾ കളക്ഷൻസ് ഓഫ് ഇയറിംഗ്സ്, പല ഡിസൈൻസ് ഉണ്ട്. ട്രഡീഷണൽ, കുന്തൻ, ആന്റി ടാർണിഷ്, ബ്ലാക്ക്. ഇങ്ങനെ പറയണേക്കാളും നല്ലത് ഓരോ സ്ഥലത്ത് പോയിട്ട് നമുക്ക് കാണാം. എന്തായാലും ഫുൾ ഇയറിംഗ്സിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ എല്ലാം ഈസി ആയിട്ട് ഒരു ട്രേ എടുക്കാം. എന്നിട്ട് അതെടുത്ത് എന്തൊക്കെ ഇഷ്ടപ്പെടുന്ന ആ കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് നോക്കി എടുക്കാം, ഇടാം. പല ഡിസൈൻസ് പല റാക്കിലായിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് വന്നിട്ട് ഈസി ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കി വെച്ച് എടുത്ത് ഇടാം. അപ്പൊ ഇത് ശരിക്കും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു ആന്റി ടാർണിഷ് ആ ഒരു ഏരിയ ആണ്. ആന്റി ടാർണിഷ് പുതിയ ഡിസൈൻസ് എല്ലാം വന്നിരിക്കുന്നത്. ഞങ്ങൾ പുതിയ റീസ്റ്റോക്ക് എല്ലാ ആഴ്ച റീസ്റ്റോക്ക് ആണ്. ഇത് എപ്പോഴും തീർന്നുകൊണ്ടിരിക്കുന്ന ഐറ്റങ്ങളാണ്. അതെ, അതും നമുക്ക് സുഖമാണ്. എന്ന് വെച്ചാൽ സ്ലൈഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ് ചൂസ് ചെയ്യാനും സെലക്ട് ചെയ്യാനും. കണ്ടോ, ഇത് വരുമ്പോൾ നമുക്ക് ആ ഒരു ട്രഡീഷണലിലേക്ക് പോയി. ഇതാകുമ്പോൾ ആന്റി ടാർണിഷ്. പിന്നെ ഇവിടെ വരാണെങ്കിൽ നമുക്ക് കുന്തൻ ജ്വല്ലറി. ഇവിടെ 15 rupees തൊട്ട് നമുക്ക് കമ്മലുകളെല്ലാം ഉണ്ട്. 15 rupees തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ കുന്തന്റെ ഒരു സെക്ഷൻ. അതുപോലെ ഇത് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാലേ നമുക്ക് എത്ര ലെങ്ത് വേണം, കൂടും കുറയും, അതൊക്കെ നമുക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്യാം. ഓ, എന്ത് സ്റ്റേറ്റ്മെന്റ് പീസുകളാണ് ഇരിക്കുന്നത് മൊത്തം. ഇവിടെ കൊണ്ടോ ഇതൊക്കെ നല്ല ഹെവി പീസ്. ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പീസുകളാണ്. വാവ്, ഇട്ടത് തന്നെയല്ലേ. അടിപൊളി. പക്ഷെ എന്നാ വെയിറ്റ്ലെസ് ആണ് കേട്ടോ ഉള്ളതൊക്കെ. പിന്നെ റേറ്റ് അറിയണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ഫെസിലിറ്റീസ് നമുക്ക് എല്ലാം പുതിയ സ്റ്റോക്ക് എല്ലാം നമ്മുടെ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോണെയാണ്. ഓക്കെ, പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് വരണം പർച്ചേസ് ചെയ്യണേ. പക്ഷെ ഓൺലൈനിൽ നമ്മൾ മെസ്സേജ് ഒക്കെ ഇടാണെങ്കിൽ ഞങ്ങൾ ഫുൾ ഹെൽപ്പ്, വേറെ ടീം ഉണ്ട് അതൊക്കെ നോക്കാനായിട്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ കമ്മലിന്റെ A to Z നമ്മൾ പറയും. നമ്മുടെ മനസ്സിലുള്ള സംഭവങ്ങളോ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഡെയിലി വെയർ വേണോ, കാഷ്വൽസ് വേണോ, ട്രഡീഷണൽ വേണോ, വെസ്റ്റേൺ സ്റ്റൈലിൽ വേണോ, എല്ലാ പിന്നെ അത് മാച്ച് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഇയറിംഗ്സ് ഉണ്ട്. പല ടൈപ്പ് ഓഫ് ഇയറിംഗ്സ് വരുന്നുണ്ട്. ട്രഡീഷണൽ ഇയറിംഗ്സ് അല്ല, റിങ്സുകൾ കേട്ടോ. അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഇവലായി. ഇതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ, ആൾക്കാർ വേറെ ചെയ്യുന്നുണ്ടല്ലേ. അതും ഏത് ടൈപ്പ് വേണോന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ട്രഡീഷണൽ വേണോ, അതുപോലെ തന്നെ വെസ്റ്റേൺ വേണോ, കുന്തൻ സ്റ്റോണിൽ വേണോ, സ്റ്റോൺ ടൈപ്പ് ഉണ്ട്. ഓ സൂപ്പർ വെച്ചാൽ ഞാൻ സത്യം പറയാലോ, ഇതിന്റെ മുന്നിൽ കൂടെ പല തവണ പോയിട്ടുണ്ട്. ഈ കട കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു. കാരണം ഒരു ലക്ഷറി ഫീലാണ്. നമ്മള് കസ്റ്റമേഴ്സിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ചിലവരേക്ക് അത് ഭയങ്കര റേറ്റ് ആണ്. പക്ഷെ നമുക്ക് എല്ലാം ബഡ്ജറ്റ്
ഫ്രണ്ട്ലി ഐറ്റങ്ങളാണ് എല്ലാം കുറഞ്ഞ റേറ്റ്. ഒന്നും ചിന്തിക്കണം, നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. കോളേജ് പെൺപിള്ളേർ എന്ന് പറയുമ്പോൾ അവരെന്തായാലും ജോലിക്ക് പോണവരല്ല, അവരെ കയ്യിൽ പോക്കറ്റ് മണി കിട്ടണത് പാരന്റ്സിൽ നിന്നാണ്. അപ്പൊ ഈ പൈസ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു സംഭവം പർച്ചേസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം എത്രത്തോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതെന്താ ഇരിക്കുന്നത് മൊത്തം എല്ലാം കുറെ കാഷ്വൽ കോളേജ് ഡെയിലി വെയർ കോളേജിൽ പോകാനായിട്ട് നിങ്ങൾക്ക് കാഷ്വൽ ആയിട്ട് ഇടാൻ പറ്റണ മാലകള് മാലയായിട്ട് ഉപയോഗിക്കാം, ബ്രേസ്ലെറ്റ് ആയിട്ട് ഉപയോഗിക്കാം, എനിക്ക് ഹെയർ ബാൻഡ് ആയിട്ട് ഉപയോഗിക്കാം, കയ്യിൽ കെട്ടിയിടാം. സൂപ്പർ സൂപ്പർ. പിന്നെ കമ്മലുകളുടെ വെറൈറ്റി ഇവിടെ തീരുന്നില്ല. ലൂപ്സ് ഉണ്ട്, പിന്നെ ക്രിസ്മസിന്റെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോഴും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമല്ലേ? ക്രിസ്മസിന്റെ ഒക്കെ പുതിയ ഐറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. എല്ലാം 100 rupees 90 rupees എല്ലാം ചെറിയ ചെറിയ എമൗണ്ട് 70 80 90 ആണ് അത്രയ്ക്ക് പറയാനുള്ളൂ. അതിനേക്കാളും കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് മെറ്റൽസിന്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. ഇത് പിന്നെ കുറച്ചും കൂടി സ്റ്റേറ്റ്മെന്റ് പീസുകളായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ. സ്റ്റേറ്റ്മെന്റ് പീസ് എന്ന് പറയുമ്പോൾ ഇതെന്തായാലും എടുത്ത് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ, മയില്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ മെയിനായിട്ട് ഇത് എടുത്ത് കാണിക്കാന്ന് വെച്ചാൽ അത് റേറ്റ് കുറവ്, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, എഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ നല്ല കമ്മലുകൾ. അതും ഒക്കെ എന്താ പറയുക വെയ്റ്റ്ലെസ് ആണ്, അത്ര വലിയ വെയിറ്റ് ഒന്നും പറയാനില്ല. ഇനി ഈ സ്റ്റഡിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 എണ്ണം ഉണ്ട് കേട്ടോ. ഒരെണ്ണം മേടിച്ച 6 ദിവസം. അപ്പൊ ഒരു വീക്കില് പല കമ്മൽ ഇട്ടിട്ട് പോവാം. ഇതാണ് ഇതിന്റെ വെറൈറ്റി. അത് നമുക്ക് റോസ് ഗോൾഡിലും വരുന്നുണ്ട്, സിൽവറിലും വരുന്നുണ്ട്, സ്റ്റഡിൽ വരുന്നുണ്ട്. ഇങ്ങനെ വെറൈറ്റീസ് ആണ് കേട്ടോ. അപ്പൊ ഇതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇതൊന്നല്ല ഒരുവിധം മിക്കത് ഇവിടെ എന്നാൽ നിങ്ങൾക്ക് ഹൈ റേഞ്ചിൽ വേണം വെച്ചാൽ അതും ഉണ്ട്. അതിനും നമ്മൾ നിരാശപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് വെഡിങ് പർപ്പസ് ആണെങ്കിൽ നല്ല ഐറ്റങ്ങൾ വേണമെങ്കിൽ കൂടിയതും ഉണ്ടെങ്കിൽ നല്ല ഡിസൈൻസ് അതും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഇങ്ങോട്ട് ഒന്ന് വരികയാണെങ്കിൽ നമ്മുടെ ക്രിസ്മസിന്റെ ഈ പ്രാവശ്യത്തെ പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻ വന്നിട്ടുണ്ട്, കമ്മലുകൾ. അതും എത്ര രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? ഇതെല്ലാം 70 rupees 70 rupees അത്രേ ഉള്ളൂ. 70 രൂപ കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് അടിച്ചു പൊളിക്കാം. ഷോ എന്താ നോക്കത്, ക്രിസ്മസിന്റെ ലാസ്റ്റ് നൈറ്റ് നമുക്ക് ആ ഒരു ഡേയും പിറ്റേ ദിവസം എങ്ങനെ വേണമെങ്കിലും പിന്നെ സെലിബ്രേഷൻ, കോളേജ് പിള്ളേരുടെ ഇടയിൽ സെലിബ്രേഷൻ ആണ്. അവരെന്ത് വെയർ ചെയ്യണു അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് മെയിനായിട്ട് ഇവിടുത്തെ ഇഷ്ടപ്പെട്ട സംഭവം ഇങ്ങോട്ട് വാ ഒന്ന് മുകളിലേക്ക് നോക്കിയേ. ഇത് എനിക്ക് ചിരിയാണ് പറയുന്നത്. എന്തൊരു വെറൈറ്റി ആയിട്ടുണ്ട്, എന്ത് രസമായിട്ട് ആ ഒരു ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് അറിയോ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി നമുക്ക് ഇപ്പുറത്തെ പോർഷനും കൂടി ഉണ്ടല്ലേ, ഈ ഒരു പോർഷന് വേണ്ടിയിട്ട് മെൻസ് കളക്ഷൻ. അപ്പൊ മെൻസിന് വേണ്ടിയുള്ള ബ്രേസ്ലെറ്റ്സ്, മെൻസിനുള്ള നെക്ലസ്, ചെയിൻസ്, കയ്യിലിടുന്ന കുറെ കരിമണി, പിന്നെ കട, പിന്നെ സ്റ്റഡ് ടൈപ്പ്, ഈ ഫിംഗർ റിങ്സ് എല്ലാം ഉണ്ട്. മെൻസിന് എന്തൊക്കെ വേണം അത് പുതിയ ഡിസൈൻസ് ഇനിയും വരുന്നുണ്ട്. പെണ്ണുങ്ങളെ ബോയ്ഫ്രണ്ടിന് അപ്പൊ ബോയ് ഫ്രണ്ട്സ് വരുമ്പോ അവർക്ക് ഇനി വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. അതെ, അവർക്കും ഉണ്ടെന്ന് ഇവിടെ. അപ്പൊ മെൻസിന്റെ ഒരു സെക്ഷൻ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഓ, അതില് മാലയൊക്കെ നോക്കി നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മൊത്തത്തില്. ഞാൻ ആദ്യമേ ചോദിച്ചപ്പോ പെണ്ണുങ്ങളെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. അത് അങ്ങനെയല്ല, അത് പെണ്ണുങ്ങളെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏത് ഏജ് ഏത് കാറ്റഗറി വേണമെങ്കിലും ഉണ്ട്. കിഡ്സ് വേണോ, അതുപോലെ ടീനേജ് വേണോ, അല്ലെങ്കിൽ കുറച്ച് മിഡിൽ ഏജ് പ്രായമായിരിക്കും, ഏത് ടൈപ്പുകാർക്ക് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ ഇതൊക്കെ എല്ലാം 36 രൂപ തൊട്ടിട്ടുള്ള ബ്ലാക്ക് മെറ്റൽ കമ്മലുകളെല്ലാം നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ്. പല ഡിസൈൻസ് ഉണ്ട്, എല്ലാ മാസവും നമ്മൾ ഡിസൈൻസ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ അത് പല റേഞ്ചിലും വരുന്നുണ്ട്, പല മോഡൽസിലുണ്ട്. ലൈറ്റ് വെയിറ്റിലാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാം. നമ്മൾ മെറ്റൽ എന്നൊക്കെ പറയുമ്പോൾ പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹെവി, അങ്ങനെയല്ല, ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ്. ആ അറ്റം വരെ ഫുൾ കാണുന്നത് മൊത്തം അത് തന്നെയല്ലേ, ഫുൾ ബ്ലാക്ക് മെറ്റൽ. ഇനി ഈ ബ്ലാക്ക് മെറ്റൽ പറഞ്ഞു ഇനിയിപ്പോ ഇവിടെ ഒരു ഡയമണ്ടിന്റെ ഇതൊന്നും എനിക്ക് കാണിക്കാണ്ട് പോകാൻ പറ്റില്ല. ഈ ഒരു സംഭവം എന്തായാലും എനിക്ക് കാണിക്കണം. ഇതിന് സ്പെഷ്യലായിട്ട് എന്താ പറയാ, എഡി സ്റ്റോൺ. ഇതൊക്കെ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ സ്റ്റോൺസ് ആണ്. നമുക്ക് വല്ല ഫംഗ്ഷൻ വെയർ, വല്ല വെഡിങ് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ നല്ല ന്യൂ ഡിസൈൻസ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻസ് കൂടുതലാണ്, റേറ്റ് കുറവാണ്. നമ്മൾ എന്താ പറയുക, മറ്റുള്ളവർക്ക് അപേക്ഷിച്ച് നോക്കുക അങ്ങനെയല്ല ഞാൻ പറയണേ. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്നത്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് നല്ല കളക്ഷൻസ് നമ്മൾ മനസ്സിൽ വിചാരിക്കണേക്കാളും ഉന്നതമായി ഇവിടെ എത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര നേരം സംസാരിച്ചിട്ട് പേര് ചോദിച്ചില്ല കേട്ടോ. സ്റ്റിയോ താങ്ക് യു. പെണ്ണുങ്ങളുടെ താരമായി നിൽക്കല്ലേ. ഇനി നമുക്ക് മുകളിലത്തെ ഫ്ലോർ. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ അല്ലേ. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പൊട്ട്
എല്ലാരും വന്ന് ഫസ്റ്റ് ഫ്ലോറിൽ ഏറ്റവും മെയിൻ ആയിട്ട് ഇരിക്കുന്നത് ഹെയർ ആക്സസറീസ് ആണെന്ന് തോന്നുന്നുണ്ട്, പിന്നെ കോസ്മെറ്റിക് കോസ്മെറ്റിക്സ്, പിന്നെ കുറച്ച് ബേബി കിഡ്സിന്റെ ഐറ്റം. ഓക്കെ, ഇനി ഇവിടുന്ന് തുടങ്ങാം നമുക്ക്. ഓക്കെ, പൊട്ടുകള് വെറൈറ്റി പൊട്ടുകൾ, എല്ലാ ടൈപ്പും, സിമ്പിൾ ആണോ പേള് വെക്കണോ, എല്ലാ ടൈപ്പ് പൊട്ടുകളും എല്ലാം കിട്ടും. ഇവിടെ ഉണ്ട്. ഇത് സാധാരണ പൊട്ടുകൾ, സാധാ പണ്ടത്തെ ഒരു മോഡൽ അല്ലേ? എല്ലാ സൈസ് ഏത് സൈസാ വേണ്ട എല്ലാം നമുക്കുണ്ട്, അവൈലബിൾ ആണ് അല്ലേ? പിന്നെ ഹെയർ, ഇത് മെയിൻ ഇപ്പൊ എല്ലാരും വന്ന് ചോദിക്കണായിട്ടാണ്. ഇതൊക്കെ ഒറിജിനൽ ഹെയർ ആണ്. എല്ലാവർക്കും ലെങ്ത് വൈസായിട്ട് പോകുന്നുണ്ട്. ക്ലിപ്പ് വന്നത്, ക്ലിപ്പിൽ ഇടാൻ പറ്റുന്ന ഹെയർ നിങ്ങൾക്ക് ഏത് സൈസ് വേണോ അതുപോലെ ഞങ്ങൾ സെറ്റ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതെ, അങ്ങനത്തെ ലെങ്ത് വേണ്ട, കുറച്ച് ബൺ ടൈപ്പ് വേണമെങ്കിൽ അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഹെയറിൽ വേണമെങ്കിൽ നമുക്ക് ആക്സസറീസ് വെക്കണമെങ്കിൽ അതിന്റെ ടൈപ്പ് ഓഫ് പല ആക്സസറീസും കാര്യങ്ങളും ഉണ്ട്. ഇതെങ്ങനെ നമ്മൾ മറക്കും അല്ലേ? നമ്മ ഇപ്പോഴത്തെ കാലത്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടൊക്കെ മുടി കൊഴിച്ചിൽ ആ സംഭവമൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും അപ്പൊ ഇവിടെ വെപ്പ് മുടി ഉണ്ട്. പിന്നെ ക്ലിപ്പ് നമുക്ക് എല്ലാ റേഞ്ചും ഉണ്ട്. സ്റ്റോൺ വെച്ചത്, സ്റ്റോൺ ഇല്ലാത്തത്, മാറ്റ്, ഗ്ലോസ്, പിന്നെ ഷൈനി, ട്രഡീഷണൽ, AD സ്റ്റോണ്, പ്ലാസ്റ്റിക്, ഫ്ലവർ. ഇതൊക്കെയാണ് ഞങ്ങളുടെ പുതിയ ഫ്ലവർ. കുറെ പോയി കോളേജ് പിള്ളേരൊക്കെ വന്ന് കുറെ പറക്കിക്കൊണ്ട് പോയ ഐറ്റങ്ങളൊക്കെയാണ് ഇതെല്ലാം. അപ്പൊ ഇത് ക്ലിപ്പ് എന്ത് ഐറ്റം വേണോ എല്ലാം മാച്ച് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാ ഡിസൈൻസും ഉണ്ട്. ഓക്കെ, പിന്നെ അതെ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോ ഇരിക്കുന്നു കൊട്ടാരമായിട്ട് ഇങ്ങനെ അങ്ങനെ. അപ്പൊ ഇതൊക്കെ കൂടാണ്ട് നമുക്ക് ഈ സെക്ഷൻ മൊത്തം കാണുന്നത് മൊത്തം ഹെയർ ആക്സസറീസ് മാത്രമായിട്ടുള്ളത്. ഇവിടെ കുറെയൊക്കെ മിസ്സായി പോയില്ലേ നമ്മള്? ഇവിടെ കുറച്ച് ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ നെയിൽ പോളിഷ്, ഐലൈനർ, പിന്നെ ഷേവിംഗ് സെറ്റ്, ചീപ്പ്, കൂളർ, ഒരു പെണ്ണിന് വേണ്ട എല്ലാ ഐറ്റംസ് A to Z എല്ലാം ഒന്നും വിട്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോ ഗേൾസിന് നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഷേവിംഗ് എന്ന് പറയുന്ന സാധനം മസ്റ്റാണ് ഇപ്പൊ പെണ്ണുങ്ങൾക്ക്. പണ്ട് അതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെ? ഇപ്പൊ ഇതൊക്കെ എല്ലാം ബട്ടർഫ്ലൈ ക്ലിപ്പ് നമുക്ക്, പിന്നെ നീളം കൂടി ഇങ്ങനത്തെ ക്ലിപ്പ് കാര്യങ്ങള്, പിന്നെ ക്രാബ് ക്ലിപ്പ്. സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ ക്ലിപ്പിന് എത്ര വരും? സ്റ്റാർട്ടിംഗ് ഒക്കെ നമുക്ക് 20 രൂപ, 18 രൂപ, അതൊക്കെ എല്ലാം കുറഞ്ഞ റേറ്റ് കേൾക്കുമ്പോ ഒരു സുഖമില്ലേ? നമ്മൾ ഇത്രയും വലിയൊരു കടയിൽ വന്ന് നിന്നിട്ട് ചേച്ചി മേടിച്ചു കഴിഞ്ഞാ ഒരു റിവ്യൂ തരുമോ? തരും. കോളേജ് പിള്ളേർ അവിടെ നിൽക്കുന്ന രണ്ടാള് ബില്ലടിക്കാനായിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ. മുഖം കാണിക്കണ്ട ബുദ്ധിമുട്ടാണെങ്കിൽ. എനിക്ക് ഇവിടുത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ സ്ഥിരം വരാറുണ്ടോ? എങ്ങനെയാണ്? ഞാൻ അധികം നാളായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ്. നമുക്ക് ഒതുങ്ങണ എല്ലാ റേഞ്ചിനുള്ളതുണ്ട്. ഇപ്പൊ ക്ലിപ്സ് ഒക്കെ ആണെങ്കിലും ലോ റേറ്റ് തൊട്ട് നമുക്ക് പിന്നെ ഹൈ എത്ര വേണമെങ്കിലും ആ ഒരു നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് അതിനുള്ള ഐറ്റം ഉണ്ട്. അതല്ല കോളേജിൽ നിന്ന് അത് കാരണം ഞാൻ ഇങ്ങോട്ട് വന്ന. ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. എന്താ സംബന്ധിച്ച് അവര് ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ വരും. ഇത് അമ്മ കൂടെ ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ട് വരാമല്ലോ. ഓക്കെ, താങ്ക് യു. ഇവിടുത്തെ ആൾക്കാർ ഇല്ല, ഞങ്ങള് കുമ്പളങ്ങി എഴുപുന. അവിടുന്ന് തപ്പി പിടിച്ചിട്ട് നമ്മൾ സ്ഥിരം വരുന്ന ഒരു ഷോപ്പിൽ വെറൈറ്റി ഇല്ലേ? അല്ല, ഞാനേ ഒരു ക്ലിപ്പ് നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ വന്നത്. ഇതിനപ്പുറം എന്ത് വേണം? താങ്ക് യു. ഇതിനപ്പുറം ഇനി എന്ത് റിവ്യൂ വേണ്ടതല്ലേ? കോളേജ് പിള്ളേരുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അവര് ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവര് ഉണ്ടാവുക. അപ്പൊ അമ്മേനെ കണ്ടപ്പോ എനിക്കൊരു സമാധാനം. ഇനി ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഫുൾ ഹെയർ ആക്സസറീസ് എല്ലാം ഹെയർ ആണ്. പിന്നെ നമുക്ക് കിഡ്സിന് പറ്റിയ കുറെ കാര്യങ്ങളുണ്ട്. പിള്ളേർക്ക് വന്നിട്ട് അവരുടെ ഹെയർ ബാൻഡ്സ്, അവർക്ക് പറ്റിയ ചെറിയ നെക്ലേസ്, ബീഡ്സ് ഉള്ളത്, അവർക്ക് ഷീറ്റ് വന്നിട്ട് കുറെ ഡോൾസിന്റെ കുറെ ഷീറ്റും കാര്യങ്ങളും, പിന്നെ അവർക്ക് പറ്റിയ ക്ലിപ്സ് എല്ലാം ക്യൂട്ട് ചെറിയ പിള്ളേർ തൊട്ട് ഏത് സ്റ്റാൻഡേർഡിലുള്ള പിള്ളേർക്ക് വരെയുള്ള ക്ലിപ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതൊക്കെ ഫുൾ ആ ഒരു കുട്ടികളുടെ ഐറ്റംസ് അല്ലേ? ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ പല തരം വെറൈറ്റീസ് കുട്ടികൾക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നോക്കിയേ, ഗിഫ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബർത്ത്ഡേക്ക് ഇത് കൊടുത്താൽ മതി. അവർക്ക് സ്വർണം മേടിച്ചു കൊടുത്തില്ലെങ്കിലും ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഹാപ്പിയാവും അല്ലേ? സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വലിച്ചെറിയും. ഇത് വേണ്ട എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ ഈ ഒരു സെക്ഷൻ നമുക്ക് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ. ഹോളി കമ്മ്യൂണിയന് വേണ്ടിയിട്ടുള്ള അത് പ്രത്യേകം എടുത്ത് പറയാന്ന് വെച്ചാൽ നമ്മൾ വിചാരം നമുക്ക് ലേഡീസിനുള്ള ഐറ്റംസ് മാത്രം. പക്ഷെ അതല്ല, ഹോളി കമ്മ്യൂണിനൊക്കെ നമ്മൾ വരുമല്ലോ. അതുപോലെ തന്നെ ബൊക്കെ,
ഇങ്ങനത്തെ സെറ്റുകളും എവിടെ അവൈലബിൾ ആണ്? എല്ലാം അവൈലബിൾ ആണ്. എല്ലാം ക്യൂട്ട് ഡിസൈൻ, എല്ലാം ജൂട്ട് പ്രിന്റുകൾ വന്ന. ഞാൻ ഒരെണ്ണം കണ്ടപ്പോ അങ്ങനെ എടുത്തു എന്ന് മാത്രം. ഇതിന്റെ കുറെ മോഡൽസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് സെറ്റായി. ഇനി എന്ത് വേണമല്ലോ, ഒക്കെ സെറ്റ്. ഇവിടുന്ന് പറയാം. ഇവിടുന്ന് തൊട്ട് ഹെയർ ബാൻഡ് കാര്യങ്ങൾ, പിള്ളേരുടെ എല്ലാ ഹെയർ ബാൻഡ്, ടിക് ടിക്, ഏത് സൈസ് യൂപ്പിൻ, ടിക് ടിക് എല്ലാം ചെറിയ തൊട്ട് 5 സൈസിൻ്റെ 1 to 5 എന്ത് സൈസ് വെച്ചാലും കിട്ടും. ഹെയർ ബാൻഡ് കളർ ബ്ലാക്ക്, റെഡ്, കളർഫുള്ള്, മിക്സ്ഡ് കളർ എല്ലാം കിട്ടും. പിന്നെ ഇവിടെ മറ്റേ ഈ ഹെയർ ബാൻഡ് പ്ലാസ്റ്റിക് ഉണ്ട്, മെറ്റൽ ഉണ്ട്, തിന്നുണ്ട്, സ്റ്റോൺ വെച്ചതുണ്ട്, ഫാൻസി ഉണ്ട്, ഡെയിലി വെയർ ഉള്ളതുണ്ട്, ഫംഗ്ഷന് പോകാനുള്ള ഫ്ലവർ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് ഉണ്ട്, കളർ മാത്രം ഉള്ള ഹെയർ ബാൻഡ്സ് എല്ലാം ഇവിടെ ഉണ്ട്. എന്ത് വേണമെങ്കിലും ഇവിടെ വന്ന് കിട്ടും. ഇവിടെ വന്ന് കിട്ടും. ഇല്ല എന്ന് പറയണല്ലോ, ഒരു സംഭവം ഇല്ല. ഈ ഡ്രസ്സായിട്ട് കൊണ്ടുവന്നു മാച്ച് ചെയ്യാൻ എന്ത് കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഇത് റീറ്റെയിൽ ഒരു ഷോപ്പും കൂടി ആണ്. ഇനിയിപ്പോ റീറ്റെയിൽ മാത്രമല്ല, നമ്മൾ ഹോൾസെയിലേഴ്സിനും കൂടി ഓപ്പൺ ആയി. ഹോൾസെയിലേഴ്സ് ഒരു വരുന്ന നല്ലൊരു ഇതിന് എടുക്കുവാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഹോൾസെയിലേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരും, നിങ്ങൾ എല്ലാവരും വെൽക്കം ആണ്. അതും സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് കൂടിയിട്ട്. നമുക്ക് റീറ്റെയിലർ കിട്ടുന്ന റേറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഹോൾസെയിൽക്കാർ പറ്റൂല. ഹോൾസെയിലേഴ്സിന് നമ്മൾ വേറെ സ്പെഷ്യൽ റേറ്റ് നമ്മൾ കൊടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ആണ്. ഓരോന്നും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഒരു പെണ്ണായി പിറന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡെക്കറേറ്റ് ഐറ്റംസ് അങ്ങനെ തന്നെ പറയണല്ലേ, ബോഡി പിടിപ്പിക്കല്, ഈ വക സംഭവങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു സെക്ഷനിൽ പറയുമ്പോൾ ഇനി കോസ്മെറ്റിക് ഐറ്റംസ് ഇവിടെ എന്താ ഈ ബില്ലിംഗ് സെക്ഷൻ ആണ്. ഇതൊക്കെ നമ്മുടെ ബില്ലിംഗ് സെക്ഷൻ ആണ്. അപ്പൊ ഞങ്ങളുടെ തിരക്ക് നമുക്ക് ലാസ്റ്റ് ടൈം എപ്പോഴും ഓണത്തിന് തിരക്ക് കൂടുതൽ കാരണം ഞങ്ങൾ ലേ ഔട്ട് ഒക്കെ ഒന്ന് മാറ്റി കസ്റ്റമേഴ്സിന് സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി ബില്ലിംഗ് ചെയ്യാൻ പറ്റുന്ന രീതികളൊക്കെ ആക്കി. അപ്പൊ ആൾക്കാർക്ക് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് ബില്ലടിച്ച് പെട്ടെന്ന് പോവാം. അതാണ് 3 ഫ്ലോറിൽ 3 ബില്ലിംഗ് സെക്ഷൻ വെച്ചത്. 3 ഫ്ലോറല്ല, ആകെ ഫ്ലോറുള്ളൂ. അപ്പൊ നടുവിൽ അപ്പൊ ആർക്ക് പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് ബില്ലടിച്ച് താഴ്ത്തുന്നായാലും മുകളിലായാലും നടുക്കിലാണ് പെട്ടെന്ന് വന്നിട്ട് ആൾക്കാർ ഞങ്ങൾ ആ ഉള്ളിലത്തെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മാറ്റി. അപ്പൊ വന്നിട്ട് വിത്തിൻ ഒരു 4-5 മിനിറ്റ്സിനുള്ളിൽ ബില്ലടിച്ചിട്ട് പോവാം. അങ്ങനത്തെ ഒരു സിസ്റ്റം ഒക്കെ. തിരക്ക് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണത്. ഇത് എപ്പോഴും തിരക്കുള്ള ഒരു കടയാണ്. ഇപ്പൊ ഞാൻ ഒരു ലഞ്ച് സമയം നോക്കി വന്നത്, പിള്ളേരുകളൊക്കെ ക്ലാസ്സിൽ സമയം നോക്കിയിട്ടാണ് വന്നത്. പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. കോസ്മെറ്റിക് ഐറ്റം ലെൻസ് ഉണ്ട്, ലെൻസ് എല്ലാം കുറെ ഐറ്റങ്ങളുണ്ട് പിള്ളേർക്ക് വെച്ച. അടിപൊളി. ഞാൻ ഇതൊന്നും ഉണ്ടാവില്ല ചേട്ടാ. A to Z എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ലെൻസ്, സെപ്റ്റി പിൻ, മെഹന്തി, കോസ്മെറ്റിക് ഐറ്റംസിന്റെ A to Z അല്ല. ഇനി നമുക്ക് എന്നാ മുകളിലത്തെ ഒരു സെക്ഷനിൽ പോയാലോ. എന്തായാലും ഇത് ഓർഗനൈസ് ചെയ്ത രീതിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. എന്താ ഇതൊന്നും വേണ്ട, ഇപ്പൊ എല്ലാവർക്കും ഫേക്ക് നെയിലാണല്ലോ. അതുകൊണ്ട് ഇവിടെ ശരി മോളിയെ പോവാ. ഈ ഫ്ലോറ് നമ്മുടെ ലാസ്റ്റ് ഫ്ലോർ ആണ്. പക്ഷെ ലാസ്റ്റ് ഫ്ലോർ ആന്ന് പറഞ്ഞ കളക്ഷൻ തീരുന്നില്ല. എന്തായാലും ഈ ഫ്ലോറിൽ എന്താണ് ഐറ്റം? ഇവിടെ ഫുൾ ബാംഗിൾസും നെക്ലേസസും ആണ്. അപ്പൊ ഇവിടെ ഫുൾ എല്ലാ ഈ സൈഡ് മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ നെക്ലേസ്, പല ഡിസൈൻ, കുണ്ടൻ, ഏഡി സ്റ്റോൺ, ട്രഡീഷണൽ, ബ്രൈഡൽ റിസപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. നേരെ ഇത് കൂടിയാണെങ്കിൽ അതിന്റെ നേരെ സൈസ് കുറഞ്ഞ സിമ്പിൾ ടൈപ്പ് ആണെങ്കിൽ സിമ്പിൾ ടൈപ്പ് ഇവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്ത് ടൈപ്പ്, എന്ത് കളർ, ഇപ്പൊ സാരിയിൽ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണോ, ഡാർക്ക് ഷെയ്ഡ്സ് ആണോ, ലൈറ്റ് ഷെയ്ഡ്സ് ആണോ, എന്ത് മാച്ച് ചെയ്യാനും അതിനുള്ള പറ്റിയ മാലയും അതിന് മാച്ചുള്ള കമ്മലെല്ലാം കിട്ടും. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം അല്ലെ. ഈ മാലയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കാരണം ഇത് ഒരു ട്രഡീഷണൽ വെയർ നമുക്ക് എല്ലാവർക്കും. ഇതൊക്കെ ഓണത്തിന്റെ ഫേമസ് ആയ ലോട്ടസ് മാല 60 രൂപ, 60 rupees only. 60 രൂപ മാല. 60 രൂപ, വെറും 60 രൂപ. അപ്പൊ 60 രൂപ തൊട്ട് ഇവിടെ മാല സ്റ്റാർട്ട് ചെയ്യും. അത് പല പല ഡിസൈൻസ്, പല പല മോഡൽസ്, സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇപ്പൊ ഈ ഇരിക്കുന്നത്. ഹെവി ഉണ്ട്. ഹെവി ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ലോങ് ചെയിൻ ഉണ്ട്. ഓക്കെ, ഹെവിയുടെ ഒരു സെക്ഷൻ പറയാണ്. കുറച്ചുകൂടി ലോങ് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് അങ്ങനത്തെ ഉണ്ട്. അത് നമ്മള് ട്രഡീഷണൽ ഐറ്റംസ് മൊത്തം ഒരു സൈഡിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇത് ഒരു സെക്ഷനായി. ഇത് കൂടാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുമ്പോൾ ഇതും നമുക്ക് ഒരു മാലയുടെ സെക്ഷൻ തന്നെയാണ്. അതില് ബ്ലാക്ക് മെറ്റലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് മെറ്റലും വരുന്നുണ്ട്, ട്രഡീഷണൽ ടൈപ്പും വരുന്നുണ്ട്. പിന്നെ മെഹന്തി ഷെയ്ഡ് വരുന്നുണ്ട്, കോപ്പർ ഷെയ്ഡ് ഉണ്ട്. കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഡെഫിനറ്റ്ലി A to Z എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ കളക്ഷൻസ് ഇല്ല എന്ന് പറയണില്ല, ഒക്കെക്കും അതും റീസണബിൾ റേറ്റ് ആണ്. അതും കൂടി ആലോചിക്കണം. പിന്നെ മാലയുടെ കൂടെ കമ്മലും അതും ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റേറ്റും റീസണബിൾ ആണ്. ഇങ്ങനെ കൂടിയ മാലകളിലാണെങ്കിൽ ചുട്ടിയൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ചുട്ടി, മാട്ടി, കമ്മല് ഇതെല്ലാം അടക്കം വരുന്ന ഒരു കളക്ഷൻസ് കേട്ടോ. ഇത് ഫുള്ള് നമുക്കൊരു ബ്രൈഡൽ സെക്ഷനിൽ വരുന്നത്. പിന്നെ എഡിയുടെ നമ്മൾ പറഞ്ഞത് അത്
താഴത്തെ നമ്മൾ കമ്മല് കാണിച്ചു. കമ്മല് അതിന് മാച്ച് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ഉണ്ട്, അതിന് കൂടിയതുണ്ട്, അതിനും കൂടിയതുണ്ട്. ഇപ്പൊ ആക്ച്വലി നമുക്ക് ഇപ്പൊ ഇതിലത്തെ മാല മതി, എനിക്ക് കമ്മല് ഇതിലത്തെ വേണ്ട, അപ്പൊ കുറച്ച് ഹെവി ആയിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ താഴത്തേക്ക് പോയാൽ മതി. അപ്പൊ എങ്ങനെ വേണമെങ്കിലും മിക്സ് മാച്ച് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. സത്യം പറഞ്ഞാലേ ഒരു പെണ്ണുങ്ങളുടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയണില്ലേ, ആ ഒരു സംഭവത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. അത്രയും വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഹെവി വേണം, ഏത് എടുക്കണം ഏത് വേണ്ട എന്നുള്ളൊരു വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല കേട്ടോ. നോക്കിയേ, ഇതൊക്കെ നമുക്ക് നല്ല ഹെവി, പക്ഷെ ലൈറ്റ് വെയിറ്റ് അല്ലേ? എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്. എല്ലാം ഒന്നും ഗ്ലൂല് നമ്മൾ ഒട്ടിച്ചിട്ടില്ല, എല്ലാം ക്ലിപ്ഡ് ഓൺ ആണ്. അപ്പൊ സ്റ്റോണും അങ്ങനെ പെട്ടെന്ന് പോണില്ല, എല്ലാം ഹൈ ക്വാളിറ്റി സ്റ്റോൺസ് ആണ്. പിന്നെ അത് കമ്മലും ഉണ്ട് കേട്ടാ, ചുട്ടി അങ്ങനെ. അപ്പൊ ഞാൻ ഒരെണ്ണിങ്ങനെ എടുത്ത് കാണിച്ചെന്ന് മാത്രം, ബാക്കിയുള്ളത് എല്ലാതും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ കളേഴ്സും അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ സാരിക്ക് മാച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള മാച്ചിങ്. പുതിയ സെറ്റ് കാര്യങ്ങൾ വന്നിരിക്കുന്ന ഈ സെറ്റിനൊക്കെ ആണെങ്കിൽ ആകെ 2900 ഉള്ളൂ മൊത്തം. ട്രഡീഷണലിന്റെ ഫുൾ സെറ്റ് 2900. മുടിമിടാനുള്ള കയ്യിലുള്ള ഇത് പഞ്ചയുണ്ട്, ഹിപ്ചെയിൻ ഉണ്ട്, കമ്മലുണ്ട്, മാലയുണ്ട്, 2 സെറ്റ് മാലയുണ്ട്. ഓ ഗ്രേറ്റ്. അപ്പൊ ഇത് ട്രഡീഷണലിന്റെ ഒരു കളക്ഷൻസ് നന്നായിട്ടുണ്ട്. അത് ഇനിയിപ്പോ ഒരു മാല മാത്രം പറയുകയാണെങ്കിൽ അത് മാത്രമായിട്ടും കിട്ടും. ഇതൊക്കെ ആണെങ്കിൽ 900 റുപ്പീസ് മാത്രം. ഇതിനോ 2 മാല, കമ്മല്, ചുട്ടി, സൈഡില് ഇവിടെ വെക്കാനുള്ള ഇതൊക്കെ 900 റുപ്പീസ് മാത്രം സെറ്റിന്. ഗ്രേറ്റ്. അപ്പൊ ശരിക്കും ഒരു ഹോൾസെയിൽ പ്രൈസ് ആണ്. യെസ്, ഹോൾസെയിലിൽ നിങ്ങൾ നല്ല എമൗണ്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ ഡിസ്കൗണ്ട് തരും. ഇനി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഈ റേറ്റ് ഒക്കെ മാറും, അപ്പൊ കളി മാറും അല്ലെ. ഇത് കുറച്ച് എന്താ പറയാ, ഒരു ലൈറ്റ് വെയിറ്റ് കളക്ഷൻ. നമ്മുടെ ട്രഡീഷണലിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എടുത്ത് കാണിച്ചു തരാം. ഇവിടെ വന്നപ്പോ ഇതൊരു സ്റ്റേറ്റ്മെന്റ് പീസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്താ ലോക്കറ്റ് കണ്ട, സ്റ്റേറ്റ്മെന്റ് പീസ് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ ഇതൊരു നമ്മുടെ ട്രഡീഷണലില് നേരത്തെ കണ്ടത് കുറച്ച് ടെമ്പിൾ, കുറച്ച് ഹെവി ആയിട്ടുള്ളത്, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളത്, കുറച്ച് സിമ്പിൾ അങ്ങനെ. ഇനിയിപ്പോ എന്താ കാശിമാല വേണോ, പാലക്ക വേണോ, എന്ത് ടൈപ്പ് വേണമെങ്കിലും അതെല്ലാം നമ്മള് സപ്ലൈ ചെയ്യുന്നുണ്ട്. മാച്ച് ചെയ്യാനുള്ള വളകൾ എന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് കൺഫ്യൂഷൻ ആണ് സൈസ് കിട്ടാത്തത്. സൈസ് ആണെങ്കിൽ നമുക്ക് ഓരോ ഡിസൈനില് ചെറുത് തൊട്ട് വലിയ സൈസ് വരെ എല്ലാം കിട്ടും. എല്ലാത്തിനും എത്ര പീസാ വേണ്ടത് അതെല്ലാം നമ്മൾ എടുത്തു തരും. അതുപോലെ തന്നെ നമുക്ക് ഒറ്റവള എന്നൊക്കെ പറയും. ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ഹെവി ആണ് ഒറ്റവള. ഇതിനൊക്കെ റേറ്റ് 48 രൂപ, 48 റുപ്പീസ്, 50 റുപ്പീസ്. ഈ സാധാരണ വീട്ടിലൊക്കെ നമ്മൾ ഒറ്റവളായിട്ട് നിൽക്കണില്ലേ, അതന്നെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇവിടുന്ന് മേടിച്ചു. ശരിക്കും ആ ഒരു സ്വർണത്തിന്റെ ലുക്ക് ഒരു മാറ്റവും ഇല്ല അല്ല. വീട്ടിലൊക്കെ ഇനി ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാന്ന്. അപ്പൊ ഫംഗ്ഷനോ ഏത് ഒക്കേഷനോ വീട്ടിലിടാനോ എപ്പോഴേക്ക് വേണമെങ്കിലും സെറ്റാണ്. ഇതൊക്കെ സ്റ്റോൺ കുന്തന്റെയും ഇതൊക്കെ നമ്മുടെ ജിംക ഹാങ്ങിങ് വന്നത്. ഇതൊരു ഒരെണ്ണം കാണിച്ചെന്ന് മാത്രം, ഇതിന്റെ ഒരുപാട് മോഡൽസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ജുംക്കയിൽ തന്നെ നല്ല ഹെവി, നല്ല ഹാങ്ങിങ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇതില് റോസ് ഗോൾഡ് ഷെയ്ഡ് വന്നതുണ്ട്, ഗോൾഡ് ഷെയ്ഡ് വന്നതുണ്ട്, സിൽവർ സ്റ്റോൺസ് വന്നതുണ്ട്, പിന്നെ സെറാമിക് പോളിഷ് വന്ന ബാംഗിൾസ് ഉണ്ട്. പല ഡിസൈൻസ്. എന്ത് ഡിസൈനാണ് നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ഓർഡിനറി. വളകൾക്ക് തന്നെ നോക്കി ഇങ്ങനെ കാണിക്കുന്ന നല്ലത്. ആ അറ്റം വരെ ഒന്ന് കാണിച്ചാൽ നല്ല ഫുൾ സെക്ഷൻ ഉണ്ട്. അതെ, വളം മാത്രമായിട്ട് ഒരു ഫുൾ കൗണ്ടർ എന്ന് വെച്ചാൽ ഒരു ഏരിയ, ഒരു ഫ്ലോറിന്റെ പകുതി വളയും പകുതി മാലയും അങ്ങനെയാണ് സെറ്റ്. കോളേജ് പിള്ളേർക്ക് കാഷ്വൽ ആയിട്ട് ഡെയിലി വെയർ ചെയ്യണ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഡെയിലി വെയറിന്. ഇത് ആന്റി ടെർണിഷ് അല്ലേ? ഇതൊക്കെ ആന്റി ടെർണിഷ്. കോളേജ് പിള്ളേർക്ക് വന്ന് കോളേജിലേക്ക് ഇടുന്ന എല്ലാം സിമ്പിൾ പിള്ളേർക്ക് പറ്റിയിട്ടുള്ളത്. കോളേജ് പിള്ളേരെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ, അതാണ് നമ്മുടെ മെയിൻ കാര്യം. ആന്റി ടെർണിഷിലും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ സിൽവറിലും സ്റ്റോണിലും എഡിയിലും ഇതൊക്കെ സൈഡിൽ നമ്മൾ ഇവിടെ ഇടണ. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് എങ്ങനെയാണോ കയ്യിൽ ഇങ്ങനെ കയറ്റിട്ടാ മതി. ഇങ്ങനെ കയറ്റിട്ടാ മതിയാ, നമുക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല. ഇതിങ്ങനെ അതിന്റെ സെറ്റപ്പില് പിള്ളേർ ഇട്ടോളൂ. ഇങ്ങനെ സെറ്റപ്പ് തന്നെ. ഓക്കെ നടക്കട്ടെ. ഇവിടെ ആന്റി ടെർണിഷിന്റെ കുറച്ച് ഹെവി കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. വളകളായാലും കമ്മലായാലും മാലയായാലും ഒന്നിനും മാറ്റി നിർത്താനായിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. റേറ്റിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ ചൂസ് ചെയ്യണം അതിനനുസരിച്ചിട്ടുള്ള റേറ്റ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതും ഫുൾ സ്റ്റോൺ എല്ലാം കുറഞ്ഞ. ഇവിടെ ത്രെഡ് ഏത് സാരി എന്ത് കളർ അതിന് മാച്ച് ചെയ്യാനുള്ള ത്രെഡ് വളകള്, മെറ്റൽ വളകള്, കുപ്പി വളകള്, സ്റ്റോൺ വളകള്
എല്ലാം ഉണ്ട്. എന്ത് കളേഴ്സ് നോക്കുകയാണെങ്കിൽ അതിന് അതുകൊണ്ട് ഇനി ഒരു സ്പെഷ്യൽ കാര്യം കാണിച്ചിട്ട്, ഇത് ഒരു സ്പെഷ്യൽ വെറൈറ്റി തന്നെയാണ്. വളയും മാലയും അങ്ങനെ ഒന്നും വലിയ ഇഷ്ടമില്ലാണ്ടെങ്കിൽ ഇതൊരു സിമ്പിൾ ആയിട്ട് ഒരെണ്ണം ഇട്ടാൽ മതി. നല്ല ഒന്ന് കളർഫുൾ ആയിട്ട് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതിന്റെ നല്ല കളക്ഷൻസ് ഇവർക്ക് ഉണ്ട്. അതും 1-2 പീസിൽ ഒതുങ്ങുന്ന നല്ല ഒരുപാട് ഉണ്ട് കേട്ടോ. ഒരു ബ്രേസ്ലെറ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റിൽ തന്നെ ഇത് മാത്രമേ കേട്ടോ, നല്ല രീതിയിൽ സെലക്ഷൻസും ഉണ്ട്. ഇത് വെറുതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെറുതെ ഇങ്ങനെ ഇടുന്ന ടൈപ്പ് കേട്ടോ. കുറച്ച് കൂടുതൽ കളർഫുൾ ആയിട്ട് കാണണമെങ്കിൽ നമുക്ക് മറ്റേ ടൈപ്പ് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന ചുട്ടി സെപ്പറേറ്റ് അല്ലേ? സെപ്പറേറ്റ് നല്ല ഹെവി ചുട്ടി വേണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങള്. ചെറിയ ചുട്ടിയുണ്ട്, വലുതുണ്ട്, അതിൽ കുന്തനുണ്ട്, AD സ്റ്റോൺ ഉണ്ട്, ട്രഡീഷണൽ ഉണ്ട്. ലുക്ക് തന്നെ മാറൂലേ? അടിപൊളി. അപ്പൊ അങ്ങനെയുണ്ട്. അത് മാച്ച് ചെയ്തിട്ട് പോയി നമുക്ക് വേണമെങ്കിൽ മാട്ടിയുണ്ട്, ഇവിടെ ഇടണം പറ്റണ മാട്ടി കാര്യങ്ങളുണ്ട്. ഹിപ് ചെയിൻ ഉണ്ട്. ഹിപ് ചെയിൻ സിമ്പിൾ വേണമെങ്കിൽ സിമ്പിൾ ഉണ്ട്, ഹെവി വേണമെങ്കിൽ ഹെവി ഉണ്ട്, എല്ലാം ഉണ്ട്. സ്മോൾ തൊട്ട് വലുത് വരെ നിങ്ങൾക്ക് എന്താ വേണ്ടത് അതെല്ലാം ഉണ്ട്. ഇനി പണ്ടത്തെ നമുക്ക് ആ ഒരു കുപ്പിവള എങ്ങനെ നമ്മൾ മറക്കൂലേ, അതും ഉണ്ട് ഇവിടെ. അതിനും കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ ഉള്ള ഡിസ്പ്ലേ നിങ്ങൾ ഒന്ന് ഇങ്ങനെ കണ്ടാൽ മതി. ബാക്കി ഏത് കളർ വേണമെന്നൊന്ന് പറയുകയാണെങ്കിൽ അത് എല്ലാം എടുത്തങ്ങോട്ട് തരും. എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷനും കൂടി ഉണ്ട് നമുക്കൊന്ന് കവർ ചെയ്യാനായിട്ട്. ഇതെല്ലാം ഡെയിലി വെയറിന് എന്തെങ്കിലും ട്രഡീഷണൽ എല്ലാം 100 rupees തൊട്ട് തുടങ്ങണം. 132, 140, 200 ആ റേറ്റിനുള്ള തൊട്ടിട്ടുള്ള എല്ലാം ഡെയിലി വെയർ ട്രഡീഷണൽ ഹെയർ. പിന്നെ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് കോളേജ് യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ കൂടിയാണ്. അത് കാഷ്വൽ വെയർ അവിടെ ഉണ്ട്, ആ സൈഡിലുണ്ട് അല്ലേ? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ. ഇനി ഇപ്പഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കാഷ്വൽ വെയർ, എല്ലാം സ്റ്റോൺ ഡെയിലി വെയർ ആയിട്ട് പറ്റിയ ഐറ്റംസ് ആണ്. ഇതൊക്കെ അധികം റേറ്റ് ഒന്നും ഇല്ല. ഇതെല്ലാം ചെറിയ ചെറിയ റേറ്റുകളൊക്കെ തന്നെ. നമ്മള് 140 എല്ലാ റേറ്റ് തന്നെ. 160, 140 ഇതൊക്കെ ഉണ്ട്. 160 അത്ര റേറ്റേ ഉള്ളൂ. പിന്നെ ക്രിസ്മസിന്റെ നമ്മള് കമ്മല് കാണിച്ചില്ലേ, അതിന് തന്നെ മാലയും വന്നിട്ടുണ്ട്. ഇതാ മാലയും ഉണ്ട് കേട്ടോ. അപ്പൊ സെറ്റാണ് മൊത്തം. ഞാൻ ഈ അവിടുന്നോടൊക്കെ നോക്കണ എന്തൊക്കെയാണ് വെറൈറ്റീസ്. പക്ഷെ നമ്മള് പെണ്ണുങ്ങളെന്ന് പറയുമ്പോ എന്താ പറയാ, ഇങ്ങനെ നിന്നാലും കണ്ണു മൊത്തം ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാരണം അത്രയും കളക്ഷൻസ് ഉണ്ടെന്നേ. അപ്പൊ സെറ്റാണ്. ഹോൾസെയിൽക്കാർക്ക് അപ്പൊ മെയിൻ ആയിട്ട് അങ്ങനെ. പിന്നെ നമുക്ക് ഷോപ്പ് എവിടെയാ ലൊക്കേറ്റഡ്? അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മാത്രമാണോ, വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നമുക്ക് ഓർമ്മ നമുക്ക് ആകെ ഒറ്റൊരു സ്റ്റോർ ഉള്ളൂ. നമ്മൾ സ്റ്റോർ വന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചി കോൺവെന്റ് ജംഗ്ഷൻ സെന്റ് തെരേസാസ് കോളേജിന്റെ സൈഡിൽ തന്നെയായിട്ട് ഓർമ്മ വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എപ്പോൾ വന്നാലും വെൽക്കംഡ് ആണ്. എന്തുണ്ടെങ്കിലും നമ്മൾ തരും. എത്ര മണി തൊട്ട് എത്ര മണി? നമ്മൾ മോർണിംഗ് 9 o'clock to നൈറ്റ് 9:30 വരെയാണ്. അപ്പോൾ ഓപ്പണിംഗ് 9 o'clockന് 9:30ക്ക് ഓപ്പണിംഗിന് വന്ന രാത്രി 9:30 വരെ ഞങ്ങൾ ഓപ്പൺ ആണ്. പിന്നെ സൺഡേ നമ്മൾ ഓപ്പൺ ആണ്. ഓൾ ഡേ ഓപ്പൺ ആണ്. അപ്പൊ സെറ്റാണ്. എന്തായാലും ഇഷ്ടമായിട്ട് മെൻസിനായാലും ഇവിടെ നല്ലൊരു സെലക്ഷൻ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മൊത്തത്തിൽ എന്താ പറയാ, ആ ഒരു ഫീലാണ് സത്യല്ലേ. ഇവര് സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് സത്യം. ഞാൻ എറണാകുളം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തമാണല്ലോ. നമ്മളിവിടെ ഫുൾ ടൈം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോ ഞാൻ സത്യം പറയാലോ, ഇവിടെ കയറാനായിട്ട് പേടിക്കാറുണ്ട്. റേറ്റ് കൂടുതലാണ്. പിന്നെ ആ ഫ്രണ്ടിൽ കാണാൻ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ എന്നാ വിചാരിച്ച. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു ഏരിയ മാത്രമല്ല, ഒരു 2 ഫ്ലോറും കൂടി ഉണ്ട് എന്നുള്ള. കളക്ഷൻസ് അതിനേക്കാളും കൂടുതലുണ്ടെന്നുള്ളത്. എന്തായാലും ടോട്ടലി ഒരു വാവ് കളക്ഷൻസ്. അതിന് ഞാനൊരു ട്രേ പിടിച്ചിട്ട് ഞാൻ നടക്കട്ടെ. ഇത് ഒരു ട്രേ അവിടെ കിട്ടട്ടെ. ശരിയെന്നാ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. Till then, bye.